ഷോൺ ജോർജ് ബി.ജെ.പി. നേതാവ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിച്ചതാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായിരുന്നു ഇവരുടെ നിലപാട്. മറ്റൊരു കാര്യം ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല, അത് ഒരു അഭ്യൂഹം പരന്നതാണ് എന്ന്. അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്, 100% അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആരിറങ്ങിയാലും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും റോഷി അഗസ്റ്റൻ, പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള MLA-മാർ അതിന് വിരുദ്ധമായി നിൽക്കുകയും അവരെ പിണറായിക്ക് കൂടെ നിർത്താൻ കഴിയുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒളിഞ്ഞുപോയ ഒരു മുന്നണി മാറ്റമാണ് അദ്ദേഹം പറഞ്ഞ. ഞാൻ ഇപ്പോഴും പറയുന്നു, ചർച്ച ഇപ്പോഴും, ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടുണ്ട്. അത് എന്താ, ഇവർ ഈ കോൺഗ്രസിന്റെ കൃത്യമായ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവർ നിലപാട് സ്വീകരിച്ചാൽ. പരസ്പരം ഇനി വേണ്ടാന്ന് പറയാൻ നാണക്കേടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ CPM കഴിഞ്ഞ CPM-ന്റെ കാര്യം പോട്ടെ, കാരണം അവര് മാണി സാറിനെതിരെ ഇത്രയേറെ ആരോപണം ഉന്നയിച്ച് തെരുവ് മുഴുവൻ, എന്തിനാ നിയമസഭ മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് പോലും യാതൊരു മടിയും ഇല്ലാതെ അവരെ സ്വീകരിച്ചു കൂടെ ഇരിക്കുന്നു. ഞാൻ പോട്ടെ, ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യം. മാണി സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മിഷൻ എക്കണോമി ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അധ്വാന വർഗ സിദ്ധാന്തം അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഒരു പക്ഷേ ജേക്കബ് സാറിന് അത് എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ തുടക്കം, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ലോകത്തിന് സ്വീകാര്യമല്ലാത്തതും പ്രാക്ടിക്കലും അല്ലാത്തതുമായ ഒരു ഇസമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിന്റെ അധ്വാന വർഗ സിദ്ധാന്തം തുടങ്ങുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് വന്നതുകൊണ്ട് കേരള കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതല്ലാതെ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു? ഇനി അവർ അവിടുന്ന് UDF-ലേക്ക് എത്തിന്ന് വെച്ചു. ഇപ്പോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF-ലുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് വലിയ അസ്വസ്ഥതയാണ് ഇവര് വരുന്നതിന്. മാത്രമല്ല അവർക്കുള്ള, ഞാൻ പറഞ്ഞില്ല, കൃത്യമായി കുട്ടനാട് ഉൾപ്പെടെ 2 സീറ്റുകളുടെ ചർച്ചയുടെ തർക്കം മാത്രമേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ മിനിഞ്ഞാന്ന് രാത്രി വരെ. അതാണ് ഇന്നലെ ആയപ്പോഴത്തേനും ഇതിങ്ങനെയൊക്കെ ആയത്. അത് റോഷിയുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് സംഭവിച്ചാണ്. ഇനി കേരള കോൺഗ്രസിൽ നിന്നും ജോസഫ് ഗ്രൂപ്പ് അവിടെ UDF-ലുണ്ട്. ഇനി ഇവരും കൂടെ UDF-ലേക്ക് ചെല്ലാന്നിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസിന്റെ നേതാക്കളോട്, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം, നമ്മുടെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റമൊക്കെ മാറ്റിയിട്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസുകളെല്ലാം വലിച്ച് കോൺഗ്രസിൽ വെച്ചിട്ട് ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അത് കേരള കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പറയാൻ കഴിയും? നമുക്ക് രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോയാൽ മതി. അതുകൊണ്ട് ഇവർക്കൊക്കെ ഉച്ചക്കഞ്ച് രാഷ്ട്രീയം, വയറ്റിപ്പഴുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, അധികാരം എന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തെ ബാധിക്കുന്ന, അവനവന്റെ വിഭാഗങ്ങളെ ബാധിക്കുന്ന, എനിക്ക് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനോട് വലിയ മതിപ്പാണ്. കാരണം അവർ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി അവർ ശക്തമായി നിലകൊള്ളുന്നു. അവർ ഞങ്ങൾ മതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയാൻ അവർക്കൊരു മടിയില്ല. പക്ഷേ ഷോൺ, ഇവിടെ തൗഫീഖ് രാജിനാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത്. അദ്ദേഹം താങ്കളുടെ ആ ഒരു വെല്ലുവിളി, അതിനുള്ള മറുപടി നൽകുന്നു. തൗഫീഖ്, ഷോൺ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് BJP-യുടെ സ്ഥിരം തന്ത്രമാണ്. ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അടക്കം അത്തരത്തിലുള്ള ഒരു ചാപ്പ് കുത്താൻ, ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ കക്ഷിയാണ് എന്ന ലേബലിലാക്കാൻ വല്ലാത്ത പരിശ്രമം അവർ കഴിഞ്ഞ കുറെ കാലമായി. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും ഉന്നയിച്ചിരുന്നു, ഷോൺ ഉന്നയിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് അനിവാര്യമായ തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ UDF നേതൃത്വം കൈക്കൊള്ളും. അക്കാര്യത്തിൽ ഷോൺ ജോർജിന് ഏതായാലും ആശങ്ക വേണ്ട. അതിനപ്പുറത്തേക്ക് ഷോൺ ജോർജ് BJP-ക്കാരൻ മാത്രമല്ല, ആ വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള 3 വർഷത്തിനിടയിൽ കേരള നിയമസഭയിൽ ചെറിയ സമരം പോലും നിങ്ങൾ നടത്തിയിട്ടില്ല. JB കോശി കമ്മീഷൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല. കക്ഷികളെല്ലാം മതേതര നിലപാടുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. UDF-ലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും
അത് എല്ലാ കാലഘട്ടത്തിലും മതേതര നിലപാട് മുന്നോട്ട് വെച്ച് അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന കക്ഷിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ എല്ലാ കാലത്തും മതേതര. ശരി ഷോൺ, താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന്, അല്ലെ? ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കാൻ, അത് താങ്കൾ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണോ? താങ്കളുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണോ അത്? ഇന്ന് ഈ നിമിഷം ഞാൻ അരമണിക്കൂർ മുമ്പ് മാണി ഗ്രൂപ്പിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിട്ട് ഞാൻ സംസാരിച്ചു. അവര് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം പറയാലോ, ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ പനി വരുമ്പോൾ പാരസ്റ്റമോൾ കഴിക്കുന്ന പോലെ 3 നേരം മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം ആവില്ല. മതേതരത്വം എന്താണെന്നൊക്കെ കേരളത്തിന് മനസ്സിലായി തുടങ്ങി. അത് UDF-ന് മനസ്സിലാവും. അത് പറ്റിയ ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടി, അത് പറ്റിയ ആളുകളാണ്. ഷോൺ, മറ്റൊരു കാര്യം, ഷോണ്, ഈ 25 സെന്റ് ഭൂമി അപ്പോൾ വെറുതെ ആകുമോ? ഈ ഭൂമി കൊടുക്കാമെന്നുള്ള ഈ വാഗ്ദാനം ഇത് വെറുതെ ആകുമെന്നാണോ താങ്കൾ കരുതുന്നത്? നിസ്സാരമല്ലല്ലോ ആ കാര്യം. കെ മാണിക്ക് ഒരു സ്മാരകം വരികയാണ്. AKG സെന്റർ ഇത്ര കാലം AKG സെന്റർ എങ്ങനെയായിരുന്നു? AKG സ്മാരക മന്ദിരം എന്ന നിലയിൽ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസായിരുന്നു. ഇപ്പോ KM മാണി സ്മാരകം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് മാണി ഗ്രൂപ്പിന് ഒരു ഓഫീസ് അനുവദിച്ചു. അതാണ് ഇപ്പൊ അവിടെ KM മാണിയുടെ പേരിൽ ഒരു സ്മാരക ലൈബ്രറി ഉണ്ടാവും. AKG-യുടെ പേരിൽ AKG സെന്ററിലുള്ള പോലെ ഒരു സ്മാരക ലൈബ്രറി ഉണ്ടാവും. ബാക്കി സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസർ സർക്കാരിന്റെ ഖജനാവിന്റെ പണമെടുത്ത് സർക്കാരിന്റെ വസ്തു ലീസിന് കൊടുത്ത് മുന്നണി വിടാതിരിക്കാൻ വേണ്ടി, കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി വിടാതിരിക്കാൻ വേണ്ടി 10-25 കോടി രൂപ സർക്കാർ ചുമ്മാ കൊടുത്തു. അത്രേ ഉള്ളൂ. ഒന്ന് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമാവുകയല്ലേ അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന്? പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുകയാണ് ഇല്ല, ജോസ് കെ മാണി അറിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അല്ല, ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ബോധ്യം എന്നത് ജോസ് കെ മാണിയോ നേതൃത്വമോ ഇതിൻ്റെ അകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഷോൺ പറയുന്നത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ വിവരമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ബോധ്യമായിരിക്കാം. തീർച്ചയായിട്ടും അത് പറയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസിൻ്റെ BD സതീശൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. അതങ്ങനെയല്ലേ പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ജോസഫ് വാഴക്കൻ പറഞ്ഞു എൻ്റെ അറിവിലൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. അത് നേതാക്കന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കേരള കോൺഗ്രസിൽ ഇടതുപക്ഷം വിട്ടിട്ട് UDF-ലേക്ക് പോകണം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന, എന്ന് ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന ചിലർ, അത് ലോവർ സ്ട്രെയിറ്റായിലുള്ളവരാണ്. അവരിൽ ചിലർ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തി. അത് കോൺഗ്രസിനകത്ത് വലിയ പ്രതീക്ഷ കൊടുത്തു. കാരണം കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലൊരു വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു നേട്ടം ഉണ്ടായി. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് പുതിയ മോഹങ്ങളുണ്ടായി, പുതിയ പ്രതീക്ഷകളുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വെട്ടിപ്പിടിക്കാനാവും എന്നൊരു പ്രതീക്ഷ നൽകത്തക്ക വണ്ണം വലിയൊരു വിജയമായിരുന്നു അത്. കേരളത്തിൽ 2 മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്നു, 2 തുല്യ ശക്തികൾ ഇങ്ങനെ ഏറ്റുമുട്ടുന്നു. ആ ഒരു സ്ഥിതിവിശേഷം അത് പരമ്പരാഗതമായിട്ട് കേരള രാഷ്ട്രീയം 2ആയിട്ട് പിരിഞ്ഞിരിക്കുന്നത് മാതിരി 2ആയിട്ട് ചേരിതിരിയുന്നു എന്ന് വന്ന് കണ്ടപ്പോൾ അത് കോൺഗ്രസിന് പ്രതീക്ഷയുടെ മുകുളങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കേരള കോൺഗ്രസും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് ആക്കം കൂട്ടും. ജനങ്ങളുടെ മുമ്പിൽ ഇതാ കേരള കോൺഗ്രസും കൂടി UDF ചേർന്നിരിക്കുന്നു, നിയമസഭയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു, അതൊരു വലിയ നേട്ടമാണ്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയും. അതാണ് അപ്പോൾ ഈ റോഷി അഗസ്റ്റിന്റെയും MLA-മാരുടെയും നീക്കം, ചടുലമായ നീക്കം, അത് പൊളിച്ചു. CPM അത് അറിയുകയും ചെയ്തു. അങ്ങനെ അവരൊരു ഡീലുമായിട്ട് രംഗത്തെത്തി. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല മഞ്ജുഷ്. കാരണം ഞാൻ ആ ഒരു തിയറിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരി ഷോൺ, എന്തായാലും ജേക്കബ് ജോർജ് അതിൽ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ഇപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഭരണത്തിൽ വെച്ചിരിക്കുന്ന AV കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന്, ഇതിനകത്ത് 222 കാര്യം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നു. മാണി സാർ മരിച്ചിട്ട് എത്രയോ വർഷമായി? 6 വർഷത്തിന് മുകളിൽ, 6-7 വർഷമായി. ഈ 7 വർഷം അധികാരത്തിലിരുന്നത് CPM ആണ്. ഈ ഈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 1 മാസം മുമ്പാണോ അദ്ദേഹത്തിന്റെ സ്മാരകം പണിയേണ്ടത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തെന്ന് ചോദിച്ചാൽ, അപ്പോ ഇതിന്റെ ഉദ്ദേശശുദ്ധി ഇതൊരു കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു എല്ലും കഷ്ടം എന്നും മാത്രമല്ല ഇതിനെ കരുതാൻ കഴിയുമോ നമുക്ക്? ഇത് ശരിക്കും മാണി സാറെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചപ്പോഴേ, ഇത്രയും കാലത്തിനിടയിൽ മാണി ഗ്രൂപ്പ് പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുകയാണ്. പാലാ മുനിസിപ്പാലിറ്റി ഈ നിമിഷം വരെയും പാലായിൽ മാണി സാറിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ, ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാൻ ഈ നിമിഷം വരെ കഴിയാത്ത മാണി ഗ്രൂപ്പും മാണി ഗ്രൂപ്പിന്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മുമാണ് ഈ മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ പോകുന്നത്.
പാല അല്ലേ മാണി സാറിന്റെ മണ്ണ്. ആ മണ്ണിൽ ആ പാർട്ടി അധികാരത്തിരുന്നിട്ട്, മുനിസിപ്പാലിറ്റി അധികാരത്തിരുന്നിട്ട് ഒരു പ്രതിമ മാണി സാറിനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് യൂത്ത് ഫ്രണ്ട് ആ സ്ഥാപിച്ച ആള് യൂത്ത് ഫ്രണ്ടിന്റെ ഒരു നേതാവാണ് മാണി സാറിന്റെ ഒരു പ്രതിമ ആ പാലായിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത്. ആ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുത്, അയാളിപ്പോ ആ പാർട്ടിയിൽ ഇല്ല. അതാണ് പാലായിൽ മാണി സാറിന് ഇവരൊക്കെ കൊടുത്ത അംഗീകാരം എന്ന് പറയാം. ഇപ്പോൾ LDF അതും നിവർത്തിച്ചു കൊടുക്കുന്ന ഈ സമയത്ത് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട് എന്ന് താങ്കൾ എങ്ങനെ പറയും? കാരണം ഇതും വേണ്ടെന്ന് വെച്ച് ജോസ് കെ മാണി UDF-ലേക്ക് പോകുമോ? അല്ല, ജോസ് കെ മാണി UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാണല്ലോ മന്ത്രിസഭാ യോഗം വരുന്നത്. ജോസ് കെ മാണിയെ പ്രതിരോധത്തിലാക്കി കളഞ്ഞ ഒരു വലിയ വിഷയം കൂടെ അതല്ലേ. അത് എങ്ങനെ ജോസ് കെ മാണി പ്രതിരോധത്തിലാക്കണമെന്ന് പിണറായിക്കും കേരള കോൺഗ്രസ് നേതാവ് റോഷി, ഇന്ന് നിങ്ങളൊരു കാര്യം ചോദിക്കുക, ഈ 2 ദിവസം കൊണ്ട് റോഷി അഗസ്റ്റിൻ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായി മാറി. പാർട്ടിയില് ഞാൻ അറിഞ്ഞതനുസരിച്ച് പാർട്ടിയിൽ 10 ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് റോഷി അഗസ്റ്റിനൊപ്പമാണ്. ജോസ് കെ മാണിയുടെ കൂടെ 4 ജില്ലാ പ്രസിഡന്റുമാരേ ഉള്ളൂ. ജോസ് കെ മാണിയുടെ കൂടെ MLA-മാർ ആരുമില്ല. 5 MLA-മാരിൽ ആരും 3 പേര് LDF ഇട്ട് പോകില്ല എന്നും അതിൽ 2 പേര് കൈപ്പത്തി ചിഹ്നത്തിൽ പോലും UDF-ൽ പോകണമെന്ന് ആഗ്രഹക്കാരുമാണ്. ഞാൻ പേര് പറഞ്ഞ് അവമാനിക്കുന്നില്ല. കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിൽ പോലും UDF-ൽ പോകണം എന്ന അഭിപ്രായമുള്ളവരാണ്. പക്ഷേ ജോസ് കെ മാണി നടത്തിയ ചർച്ചകളിൽ ഇവരെ ആരെയും ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ള പരാതിയാണ് 5 MLA-മാർക്ക് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും രസകരം. പക്ഷേ 2 MLA-മാർ എന്തായാലും ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പമാണ്, UDF-ലേക്ക് പോകണം എന്നുള്ളതാണ്. 3 പേരല്ല, മന്ത്രി ഉൾപ്പെടെ. അതെ, 2 MLA-മാർ ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പമാണ് UDF-ൽ പോകണം. കാരണം അല്ലെങ്കിൽ അവർ 2 പേരും 3-ാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യമാണ്. ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും, അത് നമുക്ക് പറയാമല്ലോ, ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും. അതെ അങ്ങനെ അത് കറക്റ്റാണ്. ഞാൻ പേര് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാറ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.